ഒരു ചെറിയ കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുകയാണ്. ആമുഖമായി 2-3 വാചകങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ആര് ഭരിച്ചാലും, ഏത് രാജാവ് ഭരിച്ചാലും വിമർശിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ചായക്കടകളിലും വഴിയോരങ്ങളിൽ കലുങ്കിൻ്റെ പുറത്തും വീട് മുറ്റങ്ങളിലുമൊക്കെ ഇരുന്ന് നാട് നന്നാക്കാൻ വൻ പദ്ധതികൾ നിർമ്മിക്കുന്നവർ. അത് പറയാനും കേൾക്കാനും അവർ മാത്രമേ ഉള്ളൂ. ഒരു വക വാഴിക്കാത്ത രാജാക്കന്മാർ. ഇത്തരക്കാർ നമ്മുടെ മലയാളി സംഘടനകളിലും പള്ളികളിലും മറ്റു പൊതുപ്രസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ട്. ഒഴിഞ്ഞ ഓഫീസുകളിലും ആളൊഴിഞ്ഞ മറ്റിടങ്ങളിലും ഇരുന്ന് ഭരണകർത്താക്കളുടെ പോരായ്മകൾ കണ്ടെത്താൻ പാടുപെടുന്നവർ. ഇതിൽ സത്യമില്ലാതെയില്ല, പക്ഷേ ആര് കേൾക്കാനാണ്? ഇത്തരത്തിലുള്ള ഒരു സരസ സംഭാഷണം ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. തമാശയാണ്. തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക, ഇഷ്ടമായെങ്കിൽ ചിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അടുക്കളയിലെ രാജാക്കന്മാർ. ലൈംഗികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെ കുസ്തന്തീനോപോലീസിലും എന്തായി? ടി വി വർക്ക് ചെയ്യുന്നില്ലെന്നേ. പിന്നെന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? വല്ലവും വരുമോ നോക്കുക. തുബ്ദേനായതേ ഉള്ളൂ. ചായ ഇട്ടോ? ഇല്ല, ഇടാൻ പോകുക. ഷെഫേ, ചായപ്പൊടിയുണ്ടോ? പൊടിയുണ്ടോ? അല്പം ഇഞ്ചിയും ഏലക്കായും കൂടി ഇട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഇഞ്ചി ഇല്ല. ഈ ഗാർഡൻ ചെയ്യുന്നവരോട് പറയണം ഇച്ചിരി ഇഞ്ചി ഇടാനായിട്ട്. യെസ്, വി ഷുഡ് ഓൾസോ ട്രൈ ഗ്രോയിങ് സിന്നമൺ ആൻഡ് ഏലക്ക. പട്ട അതൊരു മരമല്ലയോ? ഓ, പട്ട ഇപ്പൊ മരത്തിലും കിട്ടുമോ? ഓ, കറുകപ്പട്ട. പട്ട, സോറി. ചായ ഇട്ടോ? ആകുന്നേ ഉള്ളൂ. തുബ്ദേൻ ഇപ്പൊ തീരും. എന്നാ മോനൊന്ന് പോയിട്ട് അൻപുടയോനെ തുടങ്ങിയിട്ട് വന്നാൽ മതി. ഓ, അപ്പോഴത്തേക്കാവോ? ഇല്ല, അപ്പം തുബ്ദേൻ മിസ്സാകത്തില്ല. ഇങ്ങനെ ചായ കുടിച്ച് കുടിച്ച് ടാലന്റ് നൈറ്റ് ഇങ്ങെത്തി. Boss, talent night is happening. I've been thinking for a while. I have a plan. We should do something for talent. Oh, are we performing? ആദ്യമേ സമയത്തിന് ചായ കിട്ടിട്ടോ. എന്തിനാ ഈ ടാലന്റ് നൈറ്റ് ഒക്കെ? ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? കർത്താവ് പറഞ്ഞിട്ടില്ലേ ടാലന്റ് ചെയ്യണമെന്ന്? നോ, വേർ ഇസ് ഇറ്റ് ഇൻ ദ ബൈബിൾ? ദേർ ഇസ് എ പാരബിൾ ഇൻ ബൈബിൾ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പണക്കാരൻ അങ്ങോട്ട് ടാലന്റ് കാണിച്ചു, അപ്പൊ വേലക്കാരൻ ഹാപ്പിയായി. അങ്ങോട്ട് അവനും തിരിച്ച് കാണിച്ചു കൊടുത്തു, പണക്കാരൻ ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ എല്ലാരും ടാലന്റ് കാണിച്ച് കാണിച്ച് ഹാപ്പിയായി. ബട്ട് ദാറ്റ് ടാലന്റ് ഈസ് മലയാളം, നോട്ട് ദ ഇംഗ്ലീഷ് ടാലന്റ്. ആര് പറഞ്ഞ്? എന്നാ പിന്നെ മെരി ക്രിസ്മസ് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ? But Merry Christmas is English. ദാണ്ട് കിടക്കുന്നു. മേരി ക്രിസ്മസ് മലയാളമാണോ? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചായ ഇട്ടോ? എനിക്ക് ഈ കമ്മിറ്റിക്കാരുടെ കാര്യം മനസ്സിലാവുന്നേ ഇല്ല. അതെന്നാ മനസ്സിലാവാനാ? ഒന്ന് കമ്മിറ്റി മെമ്പർ ആയി നോക്ക്. ഈ ഫെൻസ് എത്ര കാലമായിട്ട് ഇവർ പണിയുന്നേ? 3 വർഷമായിട്ട് ഇതിന്റെ പേരും പറഞ്ഞ് നടക്കുക. ഇത് വേണമെന്ന് പറഞ്ഞ് അച്ഛനും പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ട്രംപ് കയറി മുട്ടം വാളും പണിത്. അയാളിപ്പോൾ ആളെ ഓടിച്ചു പിടിക്കാൻ തുടങ്ങി. എന്നിട്ടും നമ്മുടെ വേലി അവിടെ കിടക്കുന്നു. ഈ ഫെൻസ് എന്തിന്? വേസ്റ്റ് ഓഫ് മണി എന്നേ. നമ്മുടെ ട്രാഷ് ബിന്നിട്ട് ചവിട്ടി ഒരൊറ്റ ചാട്ടം ആളകത്തെത്തും. അതിലല്ല കാര്യം. കമ്മിറ്റിക്കാർ ഗേറ്റ് പൂട്ടിയും അടച്ചും മടുത്തു. ഇവന്മാരെ ഫെൻസ് പണി നിർത്തിക്കൊണ്ട് ഇനിയും അടുക്കളയും വേണ്ട, തുറക്കുകയും വേണ്ട. ഓൾവേസ് ഓപ്പൺ. ഇവന്മാരിപ്പതാണ്ടേ മദ്ബഹ മാറ്റി ഈസ്റ്റ് വെസ്റ്റ് പണിയണം എന്നൊക്കെ പറഞ്ഞ് പൈസ ചോദിക്കുന്നുണ്ട്. ആഹാ,
അവർക്ക് അത് ഇനി പള്ളിയും തുറന്നിടാനുള്ള പ്ലാനാ. ദീസ് ഇറസ്പോൺസിബിൾ ഗൈസ്. അതിൻ്റെ ശരിക്കുള്ള കാര്യം ഞാൻ പറയാമെന്നേ. ആരോ പറയുന്നു, ആരാണ്ട് കേൾക്കുന്നു, വേറെ ഒരാൾ കാശ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കമ്മിറ്റിക്കാർ വായും പൊളിച്ച് നിൽക്കുന്നു. പിന്നെ എങ്ങനെ ശരിയാവും? ഈ ഫുഡ് ഡേയിൽ ഒന്ന് ശരിയായ മതിയായിരുന്നു. അതിനെന്താ, അടുത്ത ആഴ്ച ഫിഷ് ബിരിയാണി വേണോ അതോ ചിക്കൻ ബിരിയാണി വേണോ? കുറേ കേട്ടിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ഫിഷും ചിക്കനും, കഴിക്കാൻ വരുമ്പോൾ വേവാത്ത ചപ്പാത്തിയും എരിവും പുളിയും ഇല്ലാത്ത കറിയും. അതിൻ്റെ ബജറ്റ് ഇല്ല മാഷെ. ഞാൻ $400 അങ്ങോട്ട് വാരി തരുന്നേ. നിങ്ങളുടെ 400 രൂപ. കഴിഞ്ഞ ആഴ്ച ഒരു അര ചപ്പാത്തിയാണ് കിട്ടിയത്. ചോറുള്ള ദിവസമാണേൽ പാത്രത്തിനോടിട്ട് അടിയോടടിയ. എന്തിനാണോ ആവോ? അത് കർത്താവ് കാണിച്ച പോലെ 5000 പേരെ ഊട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. 300 പേർക്കെങ്കിലും കിട്ടിയാൽ മതി. But there are a lot of good things the committee has done. Like what? അവരങ്ങ് സ്പോർട്സ് അല്ലയോ? സ്പോർട്സ് ഡേ, TT ഡേ, ചീട്ടുകളി ഡേ, ക്രിക്കറ്റ് ഡേ. എൻ്റെ ഭർത്താവേ, ഇവർ ചീട്ടുകളെ അപ്രൂവ് ചെയ്തോ? You didn't know this? പള്ളി വിളിച്ച് കപ്പ് വരെ കൊടുത്തിട്ടുണ്ട്. ഓ, എനിക്കങ്ങനെ സഹിക്കാൻ വയ്യ. അടുത്ത് ഇവരൊരു കാർഡ് റൂം പണിയാൻ പാശ് പിരിക്കും. കാർഡ് റൂം वो क्या है? ചീട്ട് കളിക്കാനൊരു മുറി, 4 ടേബിൾസ്, 20-25 കസേര, 1 വാട്ടർ കൂളർ, 1 ചായ് പോട്ട്, പിന്നെ MGO റൂം പോലെ ഒരു MDO റൂം. ये क्या MDO रूम MGO रूम? तुम लोग ये क्या बोल रहा है? മാംസ്, ഡാഡ്സ് ആൻഡ് ഓൾഡീസ് റൂം. ഇവരെ എന്തൊക്കെയാ ജനറൽ ബോഡിയിൽ ഇങ്ങനെ പാസ്സാക്കുന്നത്? അതിന് ജനറൽ ബോഡിയിൽ ഇപ്പൊ ബോഡി ഒന്നും ഇല്ലെന്നേ. ടിവിയിലാകെ 4 കമ്മിറ്റിക്കാരും 2-3 കുടുംബക്കാരും മലയാളം മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാരും കാണും. അവർ വേണേൽ കുറ്റപ്പിനാർ വരെ പണിയും. നീ അറിഞ്ഞോ, നമ്മുടെ കമ്മിറ്റിക്കാർ സെമിത്തേരി മേടിക്കാൻ പ്ലാൻ ചെയ്യുക. ആണോ? ഡീറ്റെയിൽസ് അറിയാമോ? ഓഷ്യൻ വ്യൂ വേണം, നടുക്കൊരു ഫൗണ്ടൻ വേണം, ഇടയ്ക്കൊരു ചാപ്പൽ വേണം, പിന്നെ കേട്ടോ ക്ലോസർ ടു ഹോം ഓൾസോ. എന്തിനാ? ഇടയ്ക്ക് പോയി ചായ കുടിക്കാനോ? We should question this in GB. നീ ഇന്ന് GB ഇരിക്കുന്നു. क्या GB? कौन सा GB? നോട്ടീസ് ഒന്നും ഇല്ലയോ അതിന്? ലാസ്റ്റ് വീക്ക് അനൗൺസ് ചെയ്തിരുന്നല്ലോ. ആര് കേട്ടു? ഞാൻ പപ്പടം പൊള്ളിക്കാൻ ഇങ്ങോട്ട് പോകുന്നേ. ഇപ്പൊ പറഞ്ഞല്ലോ. നമ്മൾ GB ഇരിക്കുന്നതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലെന്നേ. ഇതെന്തുവായി പറയുന്നേ? എലിജിബിളായ എല്ലാവർക്കും ജീവിലിരിക്കാം. എലിജിബിലിറ്റി ഒന്നുമില്ല, ആര് വേണമെങ്കിലും ഇരിക്കാം. ഇടയ്ക്കൊന്ന് കൈപ്പൊക്കാൻ പറയും. അപ്പം ജീവി ഇരിക്കുന്നുണ്ടോ? ഓ, സമയമില്ലെന്നേ, തുണി കഴുകണം. എന്നാ നിങ്ങൾ ചേരുന്നുണ്ടോ? ഇല്ല, ഇന്ന് ഹൈക്കിംഗ് ഉണ്ട്. അയ്യോ, ഗറാജ് ഫിക്സ് ചെയ്യണം. അങ്കിൾ ഇരിക്കുന്നുണ്ടോ? അങ്കിളെ ഇല്ല മോനെ, വീട്ടിൽ അല്പം വാട്ടർ വർക്കുണ്ട്. നിങ്ങൾ ഇരിക്കുന്നോ? ഇല്ലെന്നേ, അപ്പം ട്രെഞ്ച് പണിയുണ്ട് വീട്ടിൽ. എന്തായാലും കൈമുത്താറായി, പള്ളിയിലൊന്ന് കയറാം.